കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ആവർത്തന പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നു പോകുന്നു എന്ന് നീ എന്നറിഞ്ഞുകൊള്ളുക. അവൻ അവരെ നശിപ്പിക്കുകയും നിന്റെ മുമ്പിൽ താഴ്ത്തുകയും ചെയ്യും. അങ്ങനെ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും. ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞ അനുഗ്രഹീതമായ ഒരു വാഗ്ദത്തമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടവരുന്നത്. ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: ഇസ്രായേല് കേൾക്കുക, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള അനാക്കിരെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു. സ്തോത്രം. നീ അവരെ അറിയുന്നുവല്ലോ. ശ്രദ്ധിക്കുക, പറയുന്നൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ച്. യോർദാൻ കടന്ന് പോകുന്ന സമയത്ത്, അപ്പം നമുക്കറിയാം, മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ട് കനാൻ ദേശത്തിലേക്കുള്ള യാത്രാ മധ്യയിൽ നേരിട്ട പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ചെറുതല്ല. അനവധിയായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. യുദ്ധങ്ങൾ വന്നു, ചെങ്കടൽ തടസ്സമായി വന്നു, സ്തോത്ര ജനത്തിൻ്റെ ഇടയിൽ പിറുപിറുപ്പുകൾ വന്നു, രാജ്യങ്ങൾ ഇസ്രായേൽ ജനത്തിനെതിരെ പോരാടുന്ന മേഖലകൾ വന്നു. ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിപ്പാൻ തക്കവണ്ണം ഇടവന്നു. അങ്ങനെ വിവിധങ്ങളായ ക്ലേശങ്ങൾ അവരുടെ യാത്രാ മധ്യേ അവർ നേരിട്ടതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്. എന്നാൽ കനാൻ ദേശത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് അവർ ഫേസ് ചെയ്ത അവസാനത്തെ പ്രതികൂലമെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന യോർദാൻ കടന്ന് പോകുക എന്നുള്ളതാണ്, അല്ലേ? എന്നാൽ യോർദാൻ കടന്നു പോകുമ്പോഴും പ്രതികൂലം തീർന്നോ? ഇല്ല, പിന്നെയും പ്രയാസങ്ങളുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, വാഗ്ദത്തം പ്രാപിച്ച ദൈവജനത്തിന്, വാഗ്ദത്തം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് നിന്ന് ഒരിക്കലും പ്രതിസന്ധികൾ മാറി നിൽക്കത്തില്ല. നമ്മൾ വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും സ്വാഭാവികമായി നമുക്കെതിരെ കടന്നു വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പരിശുദ്ധാത്മാവിലും തിരുവചനത്തിലും നമ്മളൊന്ന് ചിന്തിച്ച്, നിശ്ചയമായിട്ട് നമുക്കെതിരെ വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അതിൽ നമ്മൾ അധൈര്യപ്പെട്ടു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? യോർദാൻ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത്. നമ്മൾ വായിച്ച വാക്യം അങ്ങനെയാണ്: എന്നാൽ നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നു പോകുന്നു. അപ്പം നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ നമ്മൾ അറിയുന്നില്ല. ചില വിഷയങ്ങളൊക്കെ നമ്മൾ അതിലൂടെ കടക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രയാസഘട്ടം പ്രതികൂലങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭാരപ്പെടേണ്ടി വരുന്നത്, അല്ലേ? നമ്മളിതൊന്നും അറിയുന്നില്ല. പക്ഷേ നമുക്ക് മുൻപേ സ്തോത്രം, നമ്മുടെ വഴികളിൽ മുൻപേ കടന്നു പോകുന്ന ഒരുവനുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്: നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപേ കടന്നു പോകുന്നു. സ്തോത്രം. അടുത്ത് ശ്രദ്ധിക്കണം, എന്തിനാ കടന്നു പോകുന്നതെന്ന് ചിന്തിച്ചാൽ, 1, ജാതികളെ അനാക്യമല്ലന്മാരെ നശിപ്പിക്കുവാൻ; 2, അവരെ നമ്മളുടെ മുൻപിൽ, ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ താഴ്ത്തുവാൻ. സ്തോത്രം. അങ്ങനെ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയും. എന്തിനാ ദൈവം നമുക്ക് മുൻപിലായിട്ട് ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നു പോകുന്നതെന്ന് ചിന്തിച്ചാൽ, നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നതിനെ ദൈവം നശിപ്പിക്കും. 2, നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നതിനെ നമ്മുടെ മുൻപിൽ താഴ്ത്തും. 3, നമുക്ക് പ്രതികൂലമായി നിൽക്കുന്നതിനെ നമ്മുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഒന്നുകൂടെ ഞാൻ പറയാം, നിനക്ക് മുൻപിൽ തല ഉയർത്തി നിൽക്കുന്ന പ്രതിസന്ധികൾ, അത് പൈശാചിക മാനുഷിക രൂപത്തിൽ നിനക്കെതിരെ നിൽക്കുന്നുവെങ്കിൽ അവനെ, ഒന്നാമത് പറയുന്നു, അവനെ ദൈവം നശിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകും. 2ാമത് പറയുന്നു, അവരെ നിങ്ങളുടെ മുമ്പിൽ താഴ്ത്തുവാൻ തക്കവണ്ണം ഇടയാകും. 3ാമത് പറയുന്നു, ദൈവം അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുവാൻ തക്കവണ്ണം ഇടയാകും. 1, നശിപ്പിക്കും; 2, സ്തോത്രം, അവൻ നമ്മുടെ മുമ്പിൽ അതിനെ താഴ്ത്തിത്തരും; 3, നമ്മുടെ മുൻപിൽ നിന്ന് ആ പ്രതികൂലത്തെ നീക്കിക്കളയുവാൻ. എന്താണോ ആവശ്യമായെന്നുള്ളത് നമുക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം. ചില പ്രശ്നങ്ങളെ സ്തോത്രം നശിപ്പിക്കേണ്ടതാണ്, ഒരിക്കലും അത് മാറിപ്പോകേണ്ടത് തന്നെയാണ്. അത് അങ്ങനെ തന്നെ ദൈവം ചെയ്യും. ചിലതിനെ കർത്താവ് നമ്മുടെ മുമ്പിൽ താഴ്ത്തും, അത് അത്രയും മതി അവിടെ. സ്തോത്ര. 3, ചിലതിനെ നമ്മുടെ മുമ്പിൽ നിന്നും പൂർണ്ണമായി റിമൂവ് ചെയ്ത് കളയും. സ്തോത്ര. ഇത് ഓരോ പ്രശ്നങ്ങളോ അതിൻ്റെ ഉറവിടങ്ങളോ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ
നമ്മൾ പലപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട്. എന്നാൽ ദൈവത്തിന് ആ വിഷയത്തിനകത്തുള്ള ആഴം അറിയാവുന്നത് കൊണ്ട് എന്ത് ചെയ്താലാണ് അതിനകത്തൊരു ക്രമീകരണം വരിക എന്നുള്ളത് ദൈവത്തിനറിയാം. അല്ല, സ്തോത്രം, നശിപ്പിക്കേണ്ടതിനെ നശിപ്പിച്ച് താഴ്ത്തേണ്ടതിനെ താഴ്ത്തി നീക്കേണ്ടതിനെ നീക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഒരു കാര്യം ഉറപ്പ്, നമ്മുടെ മുൻപേ ഈ മഹാദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നു പോകുവാൻ ഇടവരും. സ്തോത്രം. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. കൂടെ ഇരിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ, വഴികളെ തുറക്കണമേ. ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണം കർത്താവേ. നശിപ്പിക്കേണ്ടതിനെ നശിപ്പിച്ച് താഴ്ത്തേണ്ടതിനെ താഴ്ത്തി നീക്കേണ്ടതിനെ നീക്കിക്കൊണ്ട് ദൈവജനത്തിന് വേണ്ടി അവിടുത്തെ ക്രിയയെ വെളിപ്പെടുത്തേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായിട്ട് നന്ദി, മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.